എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടാവുന്നതായിരുന്നു ഉസ്മാന്റെ പ്രകൃതി റളിയല്ലാഹു അൻഹു എന്ന് ശിയാക്കൾ പറയില്ല, നമുക്ക് പറയാം റളിയല്ലാഹു അൻഹു. പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും കേന്ദ്രങ്ങളിൽ അദ്ദേഹം അവർക്ക് ഇടം നൽകി. ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും സ്ഥാനങ്ങളിൽ അദ്ദേഹം ഇടം നൽകി. കേട്ടോളൂ, ഇനി ഇസ്ലാമിനും ജാഹിലിയ്യത്തിനും ഇടയിലെ ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ വർത്തിച്ചതെന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയായിരിക്കും. ഇസ്ലാമിനും ജാഹിലിയ്യത്തിനും ഇടയിൽ ഇടക്കണ്ണി, ഇസ്ലാമിലുള്ള ആൾക്കാരെ മെല്ലെ ജാഹിലിയ്യത്തിലേക്ക്, നരകത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് ഉസ്മാൻ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം റളിയല്ലാഹു അൻഹു അതൊരർത്ഥത്തിൽ ശരിയായിരിക്കും. മഹാനായ ഫിൽ ജന്ന എന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതേ പുസ്തകത്തിൽ തന്നെ കാണാം ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ കുറിച്ച്. യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയവരാണ് അത്തരക്കാർ. എന്നിട്ട് പറയുന്നു പ്രവാചകന്റെ പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാരാണ് അത്തരക്കാർ. പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ടവർ തന്നെയായിരുന്നു അവർ. ഇവിടെ ദുഷ്ടന്മാർ എന്ന് വിളിച്ചത് ആരെ കുറിച്ചാണ്? പരിശുദ്ധ ഖുർആൻ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദുഷ്ടന്മാർ, യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാർ എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? ഇസ്ലാം പഠിപ്പിക്കാത്ത വിപ്ലവം, ഇസ്ലാമിന് പരിചയമില്ലാത്ത വിപ്ലവം, ആശയ പ്രബോധനം അവിടെ നിർത്തിവെച്ച് ഭരണം കിട്ടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതാണ് പ്രധാനം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമാണെന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങളാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരകരാകേണ്ട, ഖുർആനിന്റെ സുന്നത്തിന്റെ പ്രചാരകരാകേണ്ട മുസ്ലിം ലോകത്തിലെ യുവാക്കളെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി, വിശിഷ്യ അവരെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ആസൂത്രണം ചെയ്തു. അവരുടെ കയ്യിലേക്കാണ് ഈ പുസ്തകം കൊടുത്തത്. ഈ നോക്കൂ, ഷിയാക്കൾ കേരളത്തിലുണ്ടോ? ഞാൻ ഷിയാണെന്ന് പറയുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ? നമുക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഷിയാക്കളുടെ പുസ്തകം പച്ച മലയാളത്തിൽ കേരളത്തിലുണ്ട്. എവിടുന്ന് വന്നു? ഷിയാണ് ഞാൻ, ഷിയാക്കളുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ആരെയും നമ്മൾ കാണുന്നില്ല. പക്ഷേ അവരുടെ പുസ്തകം പച്ച മലയാളത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. ആരാണിത് തർജ്ജമ ചെയ്തത്? ആരാണിത് ഇവിടെ വിതരണം ചെയ്തത്? സഹോദരന്മാരെ, ചിന്തിക്കേണ്ട വിഷയമല്ലേ? സഹാബികളെ ദുഷ്ടന്മാർ എന്ന് വിളിക്കുന്ന പുസ്തകം കേരളത്തിൽ വന്നെങ്കിൽ അതിന്റെ വിജയം ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കല്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി, ഇസ്ലാമിനും ജാഹിലിയ്യത്തിനും ഇടയിലെ ഇടക്കണ്ണി എന്ന് പറഞ്ഞ പുസ്തകം കേരളത്തിൽ മലയാളത്തിൽ വന്നെങ്കിൽ അതിന്റെ വിജയം ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കല്ലേ? ഇതിവിടെ പ്രസിദ്ധീകരിച്ചത് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് ആണ്. ആരാണ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസിന്റെ ആളുകൾ? നിരോധിക്കപ്പെട്ട സിമിക്കാരാണ്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ടി മുഹമ്മദ് സാഹിബാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെടുന്ന നേതാവാണ്. ഇതിന്റെ അവതാരികയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സഹിക്കാൻ പറ്റാത്ത ചില പരാമർശങ്ങൾ ഞാൻ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സഹാബത്തിലെ ദുഷ്ടന്മാർ അത് സഹിക്കാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇടക്കണ്ണി അതും സഹിക്കാം, അതൊക്കെ മൂപ്പർക്ക് സഹിക്കാൻ കഴിയുമത്രേ. നോക്കൂ, ജമാഅത്തും സിമിയും തമ്മിലുള്ള ആശയപരമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുസ്തകം. ഇത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മുസ്ലിം യുവാക്കളെ വഴിതിരിച്ചു വിടാൻ ബോധപൂർവം പരിശ്രമിക്കുന്നവരല്ലേ ഈ പുസ്തകം ഇവിടെ പ്രചരിപ്പിക്കുന്നത്? അലി ശരീഅത്തിയുടെ ഈ പുസ്തകം ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇതിന്റെ പിന്തുടർച്ച എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ NDF എന്ന് പറയുന്നത് സിമിയുടെ പിന്തുടർച്ചയാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് 2005 ഡിസംബർ 1 മുതൽ 15 വരെയുള്ള ലക്കം തേജസ്സാണ് എന്റെ കയ്യിലുള്ളത്. ഈ തേജസ്സിൽ വളരെ കൃത്യമായി സിമിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു. അതിനുശേഷം പറയുന്നു, സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ പ്രവണതകളോട് പ്രതികരിക്കുന്നതിന്റെ തുടർച്ച എന്ന നിലക്കാണ് NDF ഉടലെടുത്തത്. എങ്ങനെയാണ് NDF ഉടലെടുത്തത്? അത് സിമിയുടെ തുടർച്ചയാണ്. 2005 ഡിസംബർ മാസത്തിൽ ഡിസംബർ 1 മുതൽ 15 വരെയുള്ള ലക്കമാണ് ഇത് പറയുന്നത്. നോക്കൂ, അവർ തുറന്നു പറയുന്നു ഞങ്ങൾ സിമിയുടെ പിന്തുടർച്ചക്കാരാണ് എന്ന്. അവരല്ലേ ഇപ്പോ ഇത് പ്രചരിപ്പിക്കുന്നത്? ഈ അടുത്തിറങ്ങിയ തേജസ്സിന്റെ ലക്കത്തിൽ പോലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് ആക്കം പകർന്ന അലി ശരീഅത്തിയെ കുറിച്ച് മഹത്വവൽക്കരിക്കുന്ന ലേഖനം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല 2005
2005 ജൂൺ മാസത്തിൽ തേജസിന്റെ കലണ്ടറിൽ അലി ശരീഅത്തിയുടെ ഫോട്ടോ കാണിച്ചതിനെ കുറിച്ച് ഈ കണ്ണൂർ സിറ്റിയിൽ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. മുജാഹിദുകളല്ലാത്ത സമസ്തക്കാരായ ആളുകൾ പോലും എന്റെ വീട്ടിൽ സഹാബത്തിനെ ചീത്ത പറഞ്ഞ ഇയാളുടെ ഫോട്ടോ ഞാൻ വെച്ചുപോയല്ലോ എന്നുവരെ പറയുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന്റെ കലണ്ടർ പരാമർശങ്ങളെ കുറിച്ച് ചില ആളുകൾ ദുർന്യായം പറഞ്ഞു കൊടുത്തു. അതിൽ ഗാന്ധിജിയുടെ ഫോട്ടോയും ഇല്ലേ, അതിൽ ചെഗുവേരയുടെ ഫോട്ടോയും ഇല്ലേ? 2005 ഇറങ്ങിയ തേജസിന്റെ കലണ്ടറിൽ അതിൽ അലി ശരീഅത്തിയുടെ ഫോട്ടോ മാത്രല്ല, അതിൽ ചെഗുവേരയുടെ ഫോട്ടോ ഉണ്ട്, ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്, കുറെ മഹാന്മാരെ ഫോട്ടോ കൊടുത്തതെന്നുള്ളൂ. പക്ഷേ എന്താണ് കലണ്ടറിൽ പറഞ്ഞത്? ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ ചിന്താധാരയിലൂടെ മൂലസ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ഡോക്ടർ അലി ശരീഅത്തി. ഇസ്ലാമിക ലോകം കണ്ട മികച്ച കൃതികളിൽ പലതും അലി ശരീഅത്തിയുടേതാണ്. ഒരു കൃതി ഏതാ? രക്തസാക്ഷ്യം. സഹാബത്തിനെ ദുഷ്ടന്മാരെന്ന് വിളിച്ച ഈ രക്തസാക്ഷ്യമാണ് അലി ശരീഅത്തിയുടെ മികച്ച കൃതികളിൽ ഒന്ന്. അപ്പോൾ ഡോക്ടർ അലി ശരീഅത്തിയെ ഇസ്ലാമിന്റെ നേതാവായി അവതരിപ്പിച്ചതിലാണ് നമ്മുടെ വിഷമം. അതാണ് ഈ സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. 98% വരുന്ന ബഹുമാന്യരായ NDF-ന്റെ സാധാരണ പ്രവർത്തകർക്ക് ഇതറിയുമോ? ഞാൻ സഹാബത്തിനെ ദുഷ്ടനെന്ന് വിളിച്ച ഒരാളെ നേതാവാക്കുന്ന ഒരു സംഘടനയിലെ അംഗമാണെന്ന് അറിയുമോ? ഇല്ല. അവരോട് പറഞ്ഞത് നമ്മൾ ഒരുങ്ങണ്ടേ, നമ്മൾ കരാട്ട പഠിക്കണ്ടേ, നമ്മൾ കുംഫു പഠിക്കണ്ടേ. വാ, ഖുർആനിൽ യുദ്ധത്തിന്റെ ആയത്തുണ്ടെന്ന് ഞാൻ നോക്കിക്കളയാം. പാവം ചെറുക്കൻ ആദ്യം കേൾക്കുന്ന ആയത്ത് യുദ്ധത്തിന്റെ ആയത്താണ്. സഹോദരന്മാരെ, ഇസ്ലാമിൽ യുദ്ധമുണ്ട്. യുദ്ധം ചെയ്യേണ്ട സന്ദർഭം വന്നാൽ യുദ്ധം ചെയ്യുക തന്നെ വേണം, ഒരു സംശയവുമില്ല. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്ന ഈ നാട്ടിൽ നടക്കേണ്ട ഏറ്റവും വലിയ ജിഹാദ് കത്തി കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല, ബോംബ് സ്ഫോടനം കൊണ്ടല്ല, പീരങ്കി കൊണ്ടല്ല, മറിച്ച് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. ആ ജിഹാദാണ് ഇവിടെ നടക്കേണ്ടത്. ആ ജിഹാദ് നടത്താൻ ഇവിടെ ആരുണ്ട്? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതുകൊണ്ട് സഹോദരന്മാരെ, കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, ഈ ഇറാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയാക്കൾ, അവരെ വെള്ളപൂശാൻ ചില ആളുകൾ ശ്രമിച്ചു. സഹോദരന്മാരെ, നമ്മളൊരു കാര്യവും കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്ന് പറയുന്ന ഡോക്ടർ അലി ശരീഅത്തിയുടെ മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? അതിന്റെ 51-ാമത്തെ പേജിലാണ് പറയുന്നത്, ഏത് ഖുർആനിലേക്കാണ് നാം മടങ്ങേണ്ടത്? ചോദ്യമാണ്, ഏത് ഖുർആനിലേക്കാണ് നാം മടങ്ങേണ്ടത്? ഖുറൈശി പ്രബുദ്ധത്തെ പുനഃസ്ഥാപിക്കുകയും അബൂദറിനെ കൊല്ലുകയും ചെയ്ത 3-ാം ഖലീഫ ഉസ്മാന്റെ കൊട്ടാരത്തിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ? അതോ അതിനുശേഷം വീണ്ടും പറയുന്നു, പ്രവാചകന്റെ പള്ളിയുടെ ഒരു മൂലയിൽ താമസിച്ച ശാന്ത പ്രകൃതിയായ ഇമാം അലിയുടെ കൊച്ചു കുടിലിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ? ഖുർആൻ 2 രൂപത്തിലാണ് ഈ രണ്ടാളുകൾ മനസ്സിലാക്കിയത് എന്ന ദുഷ്ടചിന്ത, ജൂതന്റെ ചിന്ത ഷിയാക്കളുടെ പുസ്തകത്തിൽ വന്നു. പക്ഷേ മലയാളത്തിലും വന്നു. ആരച്ചടിച്ചു? ആരാണ് മലയാളത്തിൽ അച്ചടിച്ചത്? ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്. നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞ അഖുർആനിനെ കുറിച്ച് സംശയമുണ്ടാക്കുന്ന ജൂത സ്പോൺസേർഡ് സംഘടന, ആ സംഘമായ ഷിയാക്കൾ ഖുർആനിനെ കുറിച്ച് 2 ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട 2 ആളുകൾ 2 രൂപത്തിലാണ് ഖുർആനെ മനസ്സിലാക്കിയത്. എന്നിട്ട് എന്താ കാര്യം? നമ്മുടെ കയ്യിലുള്ള ഖുർആനെ കുറിച്ച് ജൂതന് സംശയം ഉണ്ടാക്കണം. ഓൻ പറഞ്ഞാ കേക്കോ? എനിക്ക് ഇസ്ലാമിന്റെ വേഷല്ലേ ഈ വറ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുകയാണ്. തൊട്ടടുത്ത പേജിൽ 52-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? എങ്ങോട്ടാ മടങ്ങേണ്ടത്? ഇമാം അലി മനസ്സിലാക്കിയ ഖുർആനിലേക്ക് മടങ്ങേണ്ടത്. എങ്ങോട്ടാണ്? ഇമാം അലി മനസ്സിലാക്കിയ ഖുർആനിലേക്ക്. സഹോദര, പരിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തെ 2 ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ആളുകൾ 2 രൂപത്തിൽ മനസ്സിലാക്കി എന്ന് ഉള്ള പുസ്തകം എഴുതിയതും ഡോക്ടർ അലി ശരീഅത്തി തന്നെയാണ്. അലി ശരീഅത്തിയെ വിമർശിക്കുമ്പോ ചിലർക്ക് വിഷമം. എന്താ, അയാളിപ്പോ സഹാബത്തിനെ ദുഷ്ടന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പരെ കൃതിയൊക്കെ ഉഷാറാണല്ലോ. സഹോദര, സഹാബത്തിനെ തള്ളിയിട്ട് വേണോ ഇസ്ലാമിക സാഹിത്യത്തെ അനുകൂലിക്കാൻ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്. നമ്മൾ പറഞ്ഞു, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് വല്ലാത്ത വിഷമം. അവരെഴുതി, അള്ളാഹുവിലും
അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും വിശ്വസിക്കുന്ന ഇറാനിലെ ഷിഈകൾ നിലവിലുള്ള വിശുദ്ധ ഖുർആനെ അവിശ്വസിക്കുകയോ മറ്റൊരു ഖുർആൻ